തേങ്ങാക്കൊത്തും കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഉണക്കമീൻ അങ്ങോട്ട് കറി വെച്ചാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒന്നിട്ട് കൊടുക്കാം. അതൊന്നും കൂടെ കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞൾ പൊടിയും കൂടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിന് പുളിക്ക് വേണ്ടിയിട്ട് 2 കുടംപുളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉണക്കമീൻ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ഒരു മീനും കൂടെ നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അടിപൊളി മീൻകറി റെഡിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.